नमस्ते दोस्तों, सब लोग ठीक है ना। मैं उम्मीद करता हूँ सब ठीक है. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിന്ദി പഠിക്കാൻ വേണ്ടി ചെയ്യാൻ പോകുന്ന നമ്മൾ കുറച്ച് വേർഡുകൾ എടുത്തിട്ട് അതിനെ ക്രിയകളിലൂടെ ഒന്ന് കടത്തി വിടുകയാണ്. നമ്മളെന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പാസ്റ്റ്, ഫ്യൂച്ചർ, പ്രസന്റ്. ഇത് തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ നോക്കാൻ വേണ്ടി തന്നെയാണ്. അതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ ഹിന്ദി പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു സംഗതി ക്ലിയർ ചെയ്യാതെ മുമ്പോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും നിങ്ങളുടെ പഠനത്തിൽ. അപ്പോൾ എങ്ങനെയാണ് പാസ്റ്റ്, എങ്ങനെയാണ് ഫ്യൂച്ചർ, എങ്ങനെയാണ് പ്രസന്റ് വരുന്നതെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോയാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ഭാഷ. അതല്ലെങ്കിൽ നല്ല സ്ട്രഗിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ വേർഡാണ് ദേന. ദേന എന്ന് പറഞ്ഞാൽ കൊടുക്കുക അല്ലെങ്കിൽ തരുക. രണ്ട് സാഹചര്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ മേനെ ഉസേ കിതാബ് ദി എന്ന് പറഞ്ഞാൽ എന്താ? മേനെ ഉസേ കിതാബ് ദി, ഞാൻ അവനെ ഒരു പുസ്തകം കൊടുത്തു. ഞാൻ അവന് പുസ്തകം കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താ ദിയ എന്ന് വരാതെ ദി എന്ന് പറയുന്നത്? മേനെ ഉസേ കിതാബ് ദി, കൊടുത്തു എന്ന് പറയാൻ ദിയ ആണ്, ദിയ. പക്ഷെ ഇവിടെ വന്നത് ദി എന്നാണ്. കാരണം കിതാബ് എന്നുള്ളത് ഒരു ഫെമിനിയൻ ജെൻഡർ ആണ്, കിതാബ് എന്നുള്ളത്. അതുകൊണ്ടാണ് ദിയക്ക് പകരം ഇവിടെ ദി എന്ന് വന്നത്. ഈ കാര്യം ശ്രദ്ധിക്കണം. അതായത് ദിയ എന്നുള്ളത് ദി ആകും, കിയ എന്നുള്ളത് കി ആകും, ലിയ എന്നുള്ളത് ലി ആകും. എങ്ങനെ ഫെമിനിയൻ ജെൻഡറിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴോ അതല്ലെങ്കിൽ ടി വി കാണുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ഹിന്ദിയിൽ വാർത്തകൾ കേൾക്കുമ്പോഴോ ഒക്കെ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥത്തിൽ യാതൊരു മാറ്റമില്ല, പക്ഷെ അവിടെ ജെൻഡർ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മേനെ ഉസേ കിതാബ് ദി, ഞാൻ അവന് ഒരു പുസ്തകം കൊടുത്തു. അടുത്ത ഒരു മസ്കുലിൻ വേർഡ് എന്ന് വെച്ച് നോക്കാം. ഉസ്നെ മുझे एक उपहार दिया. ഉസ്നെ മുझे एक उपहार दिया, അവൻ എനിക്കൊരു സമ്മാനം തന്നു. മനസ്സിലായോ? അവൻ എനിക്കൊരു സമ്മാനം തന്നു. അവൻ എനിക്കൊരു സമ്മാനം തന്നു. മുझे, ഉസ്നെ മുझे एक उपहार दिया, അവൻ എനിക്കൊരു സമ്മാനം തന്നു. മനസ്സിലായോ? ഇവിടെ കൊടുത്തു എന്നാണ് ആദ്യം നമ്മൾ പറഞ്ഞ, രണ്ടാമത്തത് അത് തന്നു എന്നായി. ഓക്കെ, അടുത്തത് ഇത് രണ്ടും ഒരു പാസ്റ്റ് ടെൻസ് ആണ്. ഇനി ഒരു പ്രസന്റ് ടെൻസിന്റെ ക്രിയ നോക്കാം. मैं उसे किताब दे रहा हूँ. मैं उसे किताब दे रहा हूँ, ഞാൻ അവന് ഒരു പുസ്തകം കൊടുക്കുന്നു. मैं उसे, ഞാൻ അവനെ. ഉസെ എന്നുള്ളത് അവനോ അവളോ ആകാം. मैं उसे किताब दे रहा हूँ, ഞാൻ അവൻക്ക് അല്ലെങ്കിൽ അവൾക്ക് ഒരു പുസ്തകം കൊടുത്തുകൊണ്ടിരിക്കുന്നു, കൊടുക്കുന്നു. പിന്നെ मैं उसे किताब दूंगा. मैं उसे किताब दूंगा, ഞാൻ അവന് പുസ്തകം കൊടുക്കും. मैं उसे किताब दूंगा. അപ്പോൾ दूंगा, ദേ രഹാഹും, ദിയ അല്ലെങ്കിൽ ദി. മനസ്സിലായോ? അപ്പോൾ ദേന എന്നുള്ളതിന്റെ രൂപങ്ങൾ എങ്ങനെയൊക്കെയാണ്? ദൂങ്ക, ദേ രഹാഹും അല്ലെങ്കിൽ ദേത്ത എന്ന് പറയട്ടോ. ദേത്ത, പാസ്റ്റ് ദിയ അല്ലെങ്കിൽ ദി. ഇതൊക്കെ ദിയ എന്നുള്ളതും ദി എന്നുള്ളതും പാസ്റ്റ് തന്നെയാണ്, കൊടുത്തു എന്ന് തന്നെയാണ്. ദേ രഹാഹും ദേത്ത, ഇത് രണ്ടും കൊടുക്കുന്നു എന്നാണ്. ദൂങ്ക, ദൂങ്ക എന്ന് പറയുമ്പോൾ കൊടുക്കും, ഫ്യൂച്ചർ ടെൻസ് ആണ്. ദൂങ്ക, ദേങ്ക ഒക്കെ ആകും. ഓക്കെ, അടുത്തൊരു ക്രിയ നോക്കാം. അടുത്തതാണ് ലേന. ലേന എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നാണ്, എടുക്കുക. അപ്പോൾ മേ പൈസ ലിയ, ഞാൻ പണം എടുത്തു. മേ പൈസ ലിയ, ഞാൻ പണം എടുത്തു. മേ പൈസ ലേ രഹാഹും, ഞാൻ പണം എടുത്തുകൊണ്ടിരിക്കുന്നു. മേ പൈസ ലേ രഹാഹും, ഞാൻ പണം എടുത്തുകൊണ്ടിരിക്കുന്നു, എടുക്കുന്നു. മേ പൈസ ലൂങ്ക, ഞാൻ പണം എടുക്കും. മേ പൈസ ലൂങ്ക, ഞാൻ പണം എടുക്കും. അപ്പോൾ ലേന എന്നുള്ളതിന്റെ ക്രിയകൾ അങ്ങനെ വരുന്നത് ലിയ, ലേ രഹാഹും, ലൂങ്ക. അടുത്തൊരു ക്രിയ നോക്കാം. പക്കടിന. പക്കടിന എന്ന് പറഞ്ഞാൽ പിടിക്കുക. മേനെ ഗേന്ദ് പക്കടി. മേനെ ഗേന്ദ് പക്കടി, ഞാൻ പന്ത് പിടിച്ചു. മേ ഗേന്ദ് പക്കഡ് രഹാഹും, ഞാൻ പന്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പന്ത് പിടിക്കുന്നു. ഓക്കെ, മേ ഗേന്ദ് പക്കഡ് രഹാഹും, ഞാൻ പന്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നു. മേ ഗേന്ദ് പക്കഡൂങ്ക. മേ ഗേന്ദ് പക്കഡൂങ്ക, ഞാൻ പന്ത് പിടിക്കും. മേ ഗേന്ദ് പക്കഡൂങ്ക, മേ ഗേന്ദ് പക്കഡൂങ്ക, ഞാൻ പന്ത് പിടിക്കും. ഓക്കെ, അപ്പൊ പക്കടിന എന്ന് പറഞ്ഞാൽ പിടിക്കുക, പക്കട പിടിച്ചു, പക്കഡ് രഹാഹും പിടിക്കുന്നു, പക്കഡൂങ്ക പിടിക്കും. അടുത്തൊരു വേർഡാണ് സമജ്ന. സമജ്ന എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. സമജ്ന മനസ്സിലാക്കുക. അപ്പോൾ മേനെ ഉസേ സംജ,
ഞാൻ അവനെ മനസ്സിലാക്കി. मैंने उसे समझा. ഞാൻ അവനെ മനസ്സിലാക്കി. ഞാൻ അവളെ മനസ്സിലാക്കി. ഞാൻ അതിനെ മനസ്സിലാക്കി. എങ്ങനെ അർത്ഥം വരും കേട്ടോ. मैंने उसे समझा. പിന്നെ मैंने उसे समझ रहा हूँ. ഞാൻ അതിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അവളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അവനെ, അവളെ, അതിനെ ഒക്കെ നമുക്ക് ഉസെ വെച്ച് തന്നെ പറയാം. मैं उसे समझ रहा हूँ. ഞാൻ അവനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. मैं उसे समझूंगा. ഞാൻ മനസ്സിലാക്കും. ഞാൻ അവനെ മനസ്സിലാക്കും. ഞാൻ അവളെ മനസ്സിലാക്കും. ഓക്കെ, मैं उसे समझूंगा. ഞാൻ മനസ്സിലാക്കും. അപ്പോൾ സംജ എന്നുള്ളതിൻ്റെ സംജ മനസ്സിലാക്കി, സംജ് രഹാഹും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, സംജൂങ്ക മനസ്സിലാക്കും. ഗീർണ, ഗീർണ എന്ന് പറഞ്ഞാൽ വീഴുക എന്നാണ് കേട്ടോ. ഗീർണ വീഴുക. അപ്പോൾ മേ സീഡിയോം സെ ഗീറ. മേ സീഡിയോം സെ ഗീറ. മേ സീഡിയോം സെ ഗീറ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പടികളിൽ നിന്നും വീണു. മേ സീഡിയോം സെ ഗീറ. സീഡിയോം എന്ന് പറഞ്ഞാൽ പടികൾ, നമ്മുടെ കോണിപ്പടികളൊക്കെ ഉണ്ടാവില്ലേ, സ്റ്റെപ്പ്, അതാണ് കേട്ടോ. മേ സീഡിയോം സെ ഗീറ. ഞാൻ പടികളിൽ നിന്ന് വീണു. മേ ഗിർ രഹാഹും. ഞാൻ വീഴുന്നു അല്ലെങ്കിൽ വീണുകൊണ്ടിരിക്കുന്നു. മേ ഗീർ രഹാഹും. മേ ഗീറുങ്ക. ഞാൻ വീഴും. മേ ഗീറുങ്ക. ഞാൻ വീഴും. പഠാന, പഠാന എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക. പഠാന പഠിപ്പിക്കുക. മേനെ ബച്ചോക്കോ പഠായ. ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു. മേനെ ബച്ചോക്കോ പഠായ. ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു. മേ ബച്ചോക്കോ പഠ് രഹാഹും. ഞാൻ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മേ ബച്ചോക്കോ പഠ് രഹാഹും. ഞാൻ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മേ ബച്ചോക്കോ പഠൂങ്ക. ഞാൻ കുട്ടികളെ പഠിപ്പിക്കും. മേ ബച്ചോക്കോ പഠൂങ്ക. ഞാൻ കുട്ടികളെ പഠിപ്പിക്കും. ബൈഠിന, ബൈഠിന എന്ന് പറഞ്ഞാൽ ഇരിക്കുക. മേ കുർസി പർ ബൈഠ. ഞാൻ കസേരയിൽ ഇരുന്നു. മേ കുർസി പർ ബൈഠ. ഞാൻ കസേരയിൽ ഇരുന്നു. മേ കുർസി പർ ബൈഠ് രഹാ ഹൂം. ഞാൻ കസേരയിൽ ഇരിക്കുന്നു. ഞാൻ കസേരയിൽ ഇരിക്കുന്നു. മേ കുർസി പർ ബൈഠ് രഹാ ഹൂം. ഞാൻ കസേരയിൽ ഇരിക്കുന്നു. മേ കുർസി പർ ബൈഠൂങ്ക. ഞാൻ കസേരയിൽ ഇരിക്കും. ഞാൻ കസേരയിൽ ഇരിക്കും. മേ കുർസി പർ ബൈഠൂങ്ക. ഓക്കെ, അടുത്തതാണ് ഉഡാന. ഉഡാന എന്ന് പറഞ്ഞാൽ എടുക്കുക. ഓക്കെ, ഉഡാന എടുക്കുക. മേനെ ബാഗ് ഉഡായ. മേനെ ബാഗ് ഉഡായ. ഞാൻ ബാഗ് എടുത്തു. മേനെ ബാഗ് ഉഡായ. മേം ബാഗ് ഉഡ് രഹാഹും. മേം ബാഗ് ഉഡാ രഹാഹും. ഞാൻ ബാഗ് എടുക്കുന്നു, എടുത്തുകൊണ്ടിരിക്കുന്നു. മേം ബാഗ് ഉഡാവുക. മേം ബാഗ് ഉഡാവുക. ഞാൻ ബാഗ് എടുക്കും. അപ്പോൾ ഉഡാന എടുക്കുക. അടുത്ത വേർഡാണ് ഉഡിന. നേരത്തെ പറഞ്ഞത് ഉഡാന, ഇത് ഉഡിന. ഓക്കെ, ഉഡിന എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. അപ്പോൾ മേ സുബഹ് ഉഡ. ഞാൻ രാവിലെ എഴുന്നേറ്റു. മേ സുബഹ് ഉഡ. ഞാൻ രാവിലെ എഴുന്നേറ്റു. മേ സുബഹ് ഉഡ് രഹാഹും. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു. മേ സുബഹ് ഉഡ് രഹാഹും. മേ സുബഹ് ഉഡൂങ്ക. ഞാൻ രാവിലെ എണീക്കും. മേ സുബഹ് ഉഡൂങ്ക. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഉഡാന എടുക്കുക, ഇത് ഉഡിന എഴുന്നേൽക്കുക. ഡിഫറൻറ്റ് ഉണ്ട്, മനസ്സിലാക്കണം. ഇത് പഠിച്ച വാക്കുകൾ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. ദേന എന്ന് പറഞ്ഞാൽ കൊടുക്കുക അല്ലെങ്കിൽ തരുക. അതിൻ്റെ ഫ്യൂച്ചർ ദൂങ്ക അല്ലെങ്കിൽ ദേങ്ക. ദൂങ്ക ദേങ്ക കൊടുക്കും. ദേ രഹാഹും ദേത്ത കൊടുക്കുന്നു. ദിയ അല്ലെങ്കിൽ ദി കൊടുത്തു. ഓക്കെ, അടുത്തത് ലേന. ലേന എന്ന് പറഞ്ഞാൽ എന്താണ്? എടുക്കുക, എടുക്കുക. അപ്പോൾ ലൂങ്ക അല്ലെങ്കിൽ ലേങ്ക. ലൂങ്ക ലേങ്ക എടുക്കും. ഓക്കെ, ലൂങ്ക നമ്മൾ നമ്മളെ കുറിച്ച് പറയുമ്പോൾ, ലേങ്ക നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ. ലേത്ത അല്ലെങ്കിൽ ലേ രഹാഹും എടുക്കുന്നു, എടുത്തുകൊണ്ടിരിക്കുന്നു. ലിയ എടുത്തു. ലീ എടുത്തു. പക്കടിന. പക്കടിന എന്ന് പറഞ്ഞാൽ പിടിക്കുക. പക്കടിന പിടിക്കുക. പക്കടൂങ്ക പിടിക്കും. പക്കടൂങ്ക പിടിക്കും. പക്കടേങ്ക പിടിക്കും. പക്കടൂങ്ക പിടിക്കും. പക്കടേങ്ക പിടിക്കും. പക്കഡ് രഹാഹും പിടിച്ചുകൊണ്ടിരിക്കുന്നു. പക്കടുത്താഹെ പിടിക്കുന്നു. പക്കഡ് രഹാഹും പിടിച്ചുകൊണ്ടിരിക്കുന്നു. പക്കഡ് രഹാഹും പിടിച്ചുകൊണ്ടിരിക്കുന്നു. പക്കട പിടിച്ചു. പക്കട പിടിച്ചു.
സംജാന മനസ്സിലാക്കുക, സംജാന മനസ്സിലാക്കുക. സംജൂങ്ക അല്ലെങ്കിൽ സംജേങ്ക മനസ്സിലാക്കും. സംജ് രഹാഹും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. സംജ മനസ്സിലാക്കി. അടുത്തതാണ് ഗീർണ. ഗീർണ എന്ന് പറഞ്ഞാൽ വീഴുക. ഗീർണ വീഴുക. അപ്പൊ വീഴും, ഗീറുങ്ക അല്ലെങ്കിൽ ഗീരേങ്ക. ഓക്കെ, ഗീറുങ്ക നമ്മൾ നമ്മളെ കുറിച്ച് പറയുമ്പോൾ, ഗീരേങ്ക നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ. അടുത്തതാണ് ഗീർ രഹാഹും അല്ലെങ്കിൽ ഗീർ താഹെ. ഗീർ രഹാഹും ഗീർ താഹെ വീണുകൊണ്ടിരിക്കുന്നു, വീഴുന്നു. ഗീറ ഗീറ വീണു. ഓക്കെ, ഗീറ വീണു. പഠാന. പഠാന എന്ന് പറയുന്നത് പഠിപ്പിക്കുക. പഠാന പഠിപ്പിക്കുക. അപ്പൊ പഠൂങ്ക പഠേങ്ക പഠിപ്പിക്കും. പഠ്രഹാഹും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പഠിത്താഹെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പഠ പഠിപ്പിച്ചു. പഠ പഠിപ്പിച്ചു. ബൈറ്റിന. ബൈറ്റിന എന്ന് പറഞ്ഞാൽ ഇരിക്കുക. അപ്പൊ ബൈറ്റൂങ്ക ബൈറ്റ്രഹാഹെ ബൈറ്റ. ഉഡിന. ഉഡിന എന്ന് പറഞ്ഞാൽ എടുക്കുക അല്ലെങ്കിൽ എഴുന്നേൽക്കുക അങ്ങനെയുണ്ട്. അപ്പൊ ഉഡൂങ്ക ഉടുത്ത ഉഡ ആണായിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം. അതുപോലെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കണം. ओके, अब अगले वीडियो में फिर मिलेगा। धन्यवाद।